നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹത്തെ പലപ്പോഴും പേടിയാണ്. അത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവർ കണ്ണിന് കടലിന്റെ ആഴം നൽകി മടങ്ങിയത് കൊണ്ടാകാം. വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു എന്നറിയുന്ന നിമിഷം ഹൃദയത്തിലുണ്ടാവുന്ന ഒരു ശൂന്യതയുണ്ട്. അത് വല്ലാത്ത പൊള്ളിക്കുന്ന ഒരു അനുഭവമാണ്. ഇന്നലെ അവരോടൊപ്പം ചിരിച്ചുകൊണ്ട് ആസ്വദിച്ച നിമിഷങ്ങൾ ഇന്ന് ഓർമ്മകളായി മിഴികളെ ഈറനണിയിക്കുമ്പോഴാണ് ആ നിമിഷത്തിൽ മാത്രമാണ് നമ്മൾ നമ്മളായി ജീവിച്ചതെന്ന് തിരിച്ചറിയുന്നത്. നമ്മുടെ പ്രിയ ഗായിക ചിത്രയുടെ നൊമ്പരം നിറഞ്ഞതും സംഘർഷം നിറഞ്ഞതുമായ ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. മലയാളികൾക്ക് എന്നെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ അനശ്വര ഗാനങ്ങൾ നൽകിയ അനശ്വര ഗായികയാണ് മലയാളത്തിന്റെ വാനമ്പാടിയായ ചിത്ര. ചിത്രയെക്കുറിച്ച് പറയുമ്പോൾ മലയാളികളായ നമുക്ക് ആലങ്കാരികതയുടെയോ വിശേഷണങ്ങളുടെയോ ആവശ്യമില്ല. മലയാളികളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ സ്വരമാധുരി ഒരിക്കൽ പോലും അനുഭവിക്കാത്ത ഒരാൾ പോലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഭാഷയുടെ അതിർവരമ്പുകളെ മായിച്ചുകൊണ്ട് 13 ഭാഷകളിലായി 1,00,000-ലേറെ ഗാനങ്ങളാണ് ഈ മഹാഗായിക സമ്മാനിച്ചിട്ടുള്ളത്. മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് KS ചിത്ര. 4.5 പതിറ്റാണ്ടായി നമ്മുടെ സർവ്വവികാരങ്ങളെയും തഴുകി തൊട്ടുണർത്തുന്ന കുളിർക്കാറ്റായി അതിങ്ങനെ തുടരുകയാണ്. 80 കാലഘട്ടത്തിൽ എന്റെ ഒരു സിനിമയിലെ പാട്ട് പാടുവാനായി തിരുവനന്തപുരത്തെ ദാസേട്ടന്റെ തരങ്കിണി സ്റ്റുഡിയോയിലേക്ക് പിതാവിന്റെ മോട്ടോർ ബൈക്കിന്റെ പിന്നിലിരുന്ന് വരുന്ന ആ കൊച്ചു പെൺകുട്ടിയെ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ചിത്ര അത്ര പ്രശസ്തിയൊന്നും ആയിരുന്നില്ല. എന്നാൽ തന്റെ മകളെ വലിയ ഒരു പാട്ടുകാരിയായി കാണാനുള്ള ആ പിതാവിന്റെ ആഗ്രഹവും പരിശ്രമവും ഒക്കെ അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പോലും അവർ വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും ഭവ്യതയോടെയും ഒക്കെയാണ് പെരുമാറിയിരുന്നത്. ആ കൊച്ചു പെൺകുട്ടി പ്രായത്തിലും പാട്ടിലും വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന സമയത്താണ് എന്റെ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ രാഗങ്ങളായി നീ വരൂ എന്ന മനോഹരമായ ക്ലാസിക്കൽ ഗാനം പാടിയത്. പാട്ട് റെക്കോർഡിംഗ് കഴിഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ സംഗീത സംവിധായകനായ കണ്ണൂർ രാജനോട് പറഞ്ഞു, ഈ പാട്ട് ചിത്രയ്ക്കല്ലാതെ മറ്റാർക്കാണ് ഇത്ര മനോഹരമായി പാടാൻ കഴിയുക എന്ന്. അപ്പോൾ കണ്ണൂർ രാജൻ പറഞ്ഞു, അതെനിക്കറിയാവുന്നത് കൊണ്ടല്ലേ ആ പാട്ടിന് അവരെ തന്നെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ആ പാട്ട് വരികൾ കൊണ്ടും ആലാപന ശൈലി കൊണ്ടും സ്വരമാധുരി കൊണ്ടും ഇന്നും അനശ്വരമായി നിലനിൽക്കുന്നു. റിയാലിറ്റി ഷോയിലെ മത്സരവേദികളിലായാലും ഗാനമേളകളിലായാലും ഈ പാട്ട് ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. ചിത്രയുടെ സംഗീതത്തിന്റെ ആദ്യ ഗുരു സംഗീതജ്ഞൻ കൂടിയായിരുന്ന ചിത്രയുടെ പിതാവ് കൃഷ്ണൻ നായരായിരുന്നു. ഡോക്ടർ ഓമനക്കുട്ടിയാണ് കർണാടക സംഗീതത്തിലെ ഗുരു. MG രാധാകൃഷ്ണനാണ് ലളിത ഗാനത്തിലൂടെ ചിത്രയ്ക്ക് അവസരങ്ങൾ നൽകുന്നത്. സിനിമയിൽ ആദ്യമായി പാടാൻ അവസരമൊരുക്കിയതും MG രാധാകൃഷ്ണൻ തന്നെയാണ്. P ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിൽ സത്യൻ അന്തിക്കാട് എഴുതിയ വരികളാണ് ചിത്ര ആദ്യമായി പിന്നണി ഗായികയായി പാടിയ പാട്ട്. ചിത്രയ്ക്ക് ആദ്യമായി പേരും പ്രശസ്തിയും നേടിക്കൊടുത്ത പാട്ട് ഫാസിൽ സംവിധാനം ചെയ്ത എന്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ ജെറി അമൽദേവിന്റെ സംഗീത സംവിധാനത്തിൽ പുറത്തു വന്ന ആളൊരുങ്ങി അരങ്ങൊരുങ്ങി 1000 തേനൊരുങ്ങി എന്ന് തുടങ്ങുന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെയാണ്. ആ ചിത്രത്തിൽ അഭിനയിച്ച ബേബി ശാലിനിക്കൊപ്പം ചിത്ര പാടിയ പാട്ടിനെയും മലയാളികൾ നെഞ്ചിലേറ്റി. എസ് ജാനകി, P സുശീല, വാണി ജയറാം എന്നിവരൊക്കെ പിന്നണി ഗാനരംഗം അടക്കി ഭരിച്ചിരുന്ന സമയത്താണ് ചിത്ര വേറിട്ടൊരു ശബ്ദവുമായി രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് അങ്ങോട്ട് ചിത്രയുടെ ഒരു തേരോട്ടമായിരുന്നു. ഒരു ചിത്ര യുഗം തന്നെ പിറവിയെടുത്തു. അതോടെ ചിത്ര അന്യഭാഷാ ചിത്രങ്ങളിലേക്കും കടന്നു. തമിഴ് ചിത്രങ്ങളിൽ ചിത്രയുടെ ഉയർച്ചയ്ക്ക് വഴിതെളിച്ചത് സാക്ഷാൽ ഇളയരാജയായിരുന്നു. ചിത്ര ആദ്യ ദേശീയ പുരസ്കാരം സ്വന്തമാക്കുന്നത് ഇളയരാജ സംഗീത സംവിധാനം ചെയ്ത സിന്ധു ഭൈരവി എന്ന തമിഴ് ചിത്രത്തിലെ പാടറിയേൻ പഠിപ്പറിയേൻ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ്. 1985 ആ പുരസ്കാരം ലഭിച്ചപ്പോൾ 1986 നഗക്ഷതങ്ങൾ എന്ന മലയാള ചിത്രത്തിലെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന് തുടങ്ങുന്ന ഗാനത്തിനും ദേശീയ പുരസ്കാരം ലഭിച്ചു. ബോംബെ രവിയാണ് ഈ ഗാനത്തിന് ഈണം നൽകിയത്. ഇതേ ബോംബെ രവി തന്നെ ഈണം നൽകിയ വൈശാലി എന്ന ചിത്രത്തിലെ ഇന്ദുപുഷ്പം ചൂടിയെത്തും രാത്രി എന്ന് തുടങ്ങുന്ന ഗാനത്തിന് 1988 വീണ്ടും ദേശീയ പുരസ്കാരം ലഭിക്കുന്നു. തുടർന്നങ്ങോട്ട് ദേശീയ പുരസ്കാരത്തിന്റെ ഒരു പെരുമഴക്കാലം തന്നെയായിരുന്നു. തുടർച്ചയായി ഏറ്റവും നല്ല പിന്നണി ഗായികയ്ക്കുള്ള
ദേശീയ പുരസ്കാരം 6 തവണയാണ് സ്വന്തമാക്കിയത്. ഇന്ത്യയിൽ നാളിതുവരെ 6 തവണ ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ ഒരു ഗായികമാരുമില്ല. ഇന്ത്യയുടെ വാനമ്പാടി എന്ന വിശേഷണമുള്ള ലതാ മങ്കേഷ്കറിന് പോലും 3 തവണയേ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. ദേശീയ പുരസ്കാരങ്ങളെ സംബന്ധിച്ചും സംസ്ഥാന പുരസ്കാരങ്ങളെ സംബന്ധിച്ചും പുരസ്കാര വിളംബര വേളകളിൽ അതിനെ സംബന്ധിച്ച് ആക്ഷേപങ്ങളും വിവാദങ്ങളും ഉയർന്നു വരുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ നാളിതുവരെ ചിത്രയ്ക്ക് ലഭിച്ച ഒരു പുരസ്കാരത്തിന്റെ പേരിലും ഒരു ആക്ഷേപവും ഉയർന്നു വന്നതായി എന്റെ അറിവിലില്ല. എപ്പോഴും ചിത്രയ്ക്ക് കിട്ടിയ ഇത്തരം അംഗീകാരങ്ങളെ അർഹതയ്ക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളത്. ഇനി ചിത്രയ്ക്ക് ലഭിച്ച സംസ്ഥാന അവാർഡുകളുടെ കാര്യമെടുത്താൽ 8 സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഏതാണ്ട് 43 സംസ്ഥാന അവാർഡുകൾ ചിത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നിന്നും മാത്രമാകട്ടെ ഏതാണ്ട് 18ഓളം സംസ്ഥാന അവാർഡുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. രാജ്യം പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിച്ച ഈ കലാകാരിയുടെ സ്വഭാവം മറ്റുള്ളവർക്ക് ജീവിതത്തിൽ പകർത്താവുന്ന ഒരു പാഠപുസ്തകം തന്നെയാണ്. പദവികളും ബഹുമതികളും ഒന്നിനു പുറകെ ഒന്നായി തന്നെ തേടിയെത്തുമ്പോഴും സ്വഭാവത്തിൽ എളിമയും മറ്റുള്ളവരോടുള്ള ബഹുമാനവും വിനയവും സ്നേഹവും സഹാനുഭൂതിയും അഹങ്കാരം ലവലേശമില്ലാതെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇത്രയെല്ലാം സമ്പത്തും ബഹുമതിയും ആദരവും ഒക്കെ ഏറ്റുവാങ്ങിയെങ്കിലും ഇതിലൊന്നും സന്തോഷം കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിൽ അവരുടെ മനസ്സ് ഓരോ നിമിഷവും ചുട്ടുപൊള്ളുകയാണ്, നീറിപ്പുകയുകയാണ്. മകൾ ലോകമറിയുന്ന പാട്ടുകാരിയാകുന്നത് സ്വപ്നം കണ്ട തന്റെ പിതാവിന്റെ രോഗാവസ്ഥയാണ് ചിത്രയുടെ മനസ്സിനെ ഉലച്ച ആദ്യത്തെ സംഭവം. റെക്കോർഡിങ്ങിനായി സ്റ്റുഡിയോകളിൽ പോകുമ്പോൾ എപ്പോഴും തന്റെ സന്തത സഹചാരിയായി അച്ഛനൊപ്പമുണ്ടാകും. ചിത്ര പറയുന്നു, സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന തന്റെ അച്ഛന്റെ മുഖഭാവങ്ങളിൽ നിന്നുമാണ് തന്റെ പാട്ടിന്റെ പെർഫെക്ഷൻ വായിച്ചെടുക്കുന്നതെന്ന്. ഇതിനെക്കുറിച്ച് അവർ പറയുന്നത്, അർബുദബാധിതനായി ക്ഷീണിതനായി വേദനയും സഹിച്ച് അച്ഛൻ എന്നോടൊപ്പം റെക്കോർഡിങ്ങിന് വരുമായിരുന്നു. ഒരിക്കൽ ചെന്നൈയിലെ AVM സ്റ്റുഡിയോയിൽ അനുരാഗി എന്ന ചിത്രത്തിലെ പാട്ട് റെക്കോർഡിംഗ് നടക്കുകയായിരുന്നു. ഏകാന്തതയെ നീയും അനുരാഗിയോ എന്ന പാട്ടിന്റെ വരികളും ഈണവും ഹൃദ്യസ്ഥമാക്കിയതിനു ശേഷം ചിത്ര റെക്കോർഡിങ്ങിനായി വോയിസ് റൂമിലേക്ക് കടന്നു. പതുക്കെ പാട്ടിലലിഞ്ഞ ചിത്ര പാടുന്നത് എങ്ങനെയുണ്ടെന്നറിയാൻ പതിവ് പോലെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. ചിരിച്ചും തലയാട്ടിയും തന്നെ പ്രോത്സാഹിപ്പിക്കാറുള്ള അച്ഛൻ സോഫയിൽ ചാരിക്കിടക്കുകയായിരുന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. കവിളിനെ ബാധിച്ച ക്യാൻസർ മോണയിലേക്കും പടർന്നു തുടങ്ങിയ സമയമായിരുന്നു അത്. അച്ഛന്റെ ആ അവസ്ഥ ചിത്രയെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ഒരുവിധം ചിത്ര ആ പാട്ട് പാടി അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല, സിനിമാ സംഗീതം എന്നേക്കുമായി അവസാനിപ്പിക്കുവാനും തീരുമാനിച്ചു. അച്ഛനെ വേദനിപ്പിച്ചുകൊണ്ട് ഇനി പാടണ്ട എന്നായിരുന്നു ചിത്രയുടെ തീരുമാനം. ശേഷിച്ച റെക്കോർഡിങ്ങുകളെല്ലാം റദ്ദാക്കി ചിത്ര അന്ന് തന്നെ നാട്ടിലേക്ക് അച്ഛനോടൊപ്പം മടങ്ങി. അച്ഛനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ചിത്ര അപ്പോൾ ആലോചിച്ചിരുന്നില്ല. എന്നാൽ മകളുടെ ഈ തീരുമാനത്തോട് പൊരുത്തപ്പെടാൻ അച്ഛനായ കൃഷ്ണൻ നായർക്ക് സാധിച്ചില്ല. മകളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ അച്ഛന്റെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങി ചിത്ര തീരുമാനം മാറ്റുകയാണ് ഉണ്ടായത്. മകൾ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ആദ്യ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് കണ്ടിട്ടാണ് ആ പിതാവിന്റെ കണ്ണുകൾ അടഞ്ഞത്. അദ്ദേഹം വിടവാങ്ങിയത്. പണവും പേരും പ്രശസ്തിയും നേടിക്കഴിഞ്ഞാൽ എല്ലാം ആയിക്കഴിഞ്ഞു എന്നാണ് പലരുടെയും വിചാരം. ചിത്ര കൈവരിച്ചതുപോലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിയ രണ്ടാമതൊരു വനിത കേരളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. എന്തെല്ലാം നേടിയിട്ടും തീരാ ദുഃഖത്തിൽ ഉഴറുകയാണ് അവരുടെ ഹൃദയം. അവർ നമുക്ക് വേണ്ടി പാടുമ്പോഴും ചിരിക്കുമ്പോഴുമൊക്കെ ആ മനസ്സിന്റെ തേങ്ങലുകൾ നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. നേർച്ചയും വഴിപാടുകളുമായി ആറ്റുനോറ്റിരുന്ന് ലഭിച്ച തന്റെ പൊന്നോമന മകളുടെ വേർപാട് ആ അമ്മയുടെ മനസ്സിലെ നീറുന്ന നൊമ്പരമാണ്. ഭർത്താവും മകളുമൊത്ത് സന്തോഷത്തോടെ AR റഹ്മാന്റെ ഒരു ഷോയ്ക്ക് വേണ്ടി ദുബായിൽ എത്തിയപ്പോഴായിരുന്നല്ലോ ആ അത്യാഹിതം സംഭവിച്ചത്. അവർ താമസിച്ചിരുന്ന വില്ലയിലെ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി എത്തപ്പെട്ടതാണ്. അകാലത്തിൽ പൊലിഞ്ഞ ആ പൊന്നുമോളുടെ വിയോഗ വാർത്ത ചിത്രയെ സ്നേഹിക്കുന്നവരുടെ എല്ലാം മനസ്സിൽ നൊമ്പരമുണർത്തുന്നതായിരുന്നു. ഒരു ഞെട്ടലോടെയായിരുന്നു അന്ന് ആ വാർത്ത ഏവരും ശ്രവിച്ചത്. ആ ആഘാതത്തിൽ നിന്നും പാട്ടിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു വരാൻ ചിത്രയ്ക്ക് വർഷങ്ങൾ തന്നെ വേണ്ടി വന്നു. പിന്നീടുള്ള അവരുടെ ജീവിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഒഴിഞ്ഞുവെച്ചു. മകൾ നന്ദനയുടെ എല്ലാ ഓർമ്മ ദിനത്തിലും ചിത്ര പങ്കുവെക്കുന്ന നൊമ്പരക്കുറിപ്പ് ഹൃദയഭേദകമാണ്. ചിത്ര ഉള്ളുലയുന്ന നൊമ്പരത്തോടെ കുറിക്കുന്നത് ഇപ്രകാരമാണ്: എനിക്ക് നിന്നെ
തൊടാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, കാണാനും കഴിയില്ല. പക്ഷേ നീ എന്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നതിനാൽ എനിക്ക് നിന്നെ അനുഭവിക്കാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവളെ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. നിന്നെ നഷ്ടപ്പെട്ടതിന്റെ വേദന അളക്കാനാവാത്തതാണ്. ആകാശത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം നീയാണെന്ന് എനിക്കറിയാം. സൃഷ്ടാവിന്റെ ലോകത്ത് നീ നന്നായി ജീവിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതായിരുന്നു ചിത്രയുടെ കുറിപ്പ്. 8 വയസ്സിൽ പൊലിഞ്ഞുപോയ തന്റെ ജീവനും ജീവിതവും പ്രതീക്ഷയുമായിരുന്ന പൊന്നോമന മകൾക്ക് സമർപ്പിച്ച കുറിപ്പാണിത്. ആ പൊന്നുമോളുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഒപ്പം ചിത്രയ്ക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.